ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്താ? കോംബോ ബോക്സ് ലിസ്റ്റ് ടു അപ്ഡേറ്റ് യൂസർ ഫോറം എക്സൽ VBA. ആദ്യമായി നിങ്ങൾക്ക് ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം. ഇവിടെ 8 കോംബോ ബോക്സ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. ഈ 8ലും ഒരേ ലിസ്റ്റാണ്. സ്റ്റാഫ് 1 മുതൽ 13 വരെ. ഓക്കെ, അവിടെ ഒന്നാമത്തെ കോംബോ ബോക്സ് ഒന്ന് സ്റ്റാഫ് നമ്പർ 3 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം എത്ര കോംബോ ബോക്സ് ഉണ്ടോ അതിലൊന്ന് സ്റ്റാഫ് നമ്പർ 3 റിമൂവ് ചെയ്ത് കളയും. 1, 2, 4 1, 2, 4 മൂന്നില്ല. 1, 2, 4 മൂന്നില്ല. ഇനി കോംബോ ബോക്സ് 3 ഞാൻ 6 സെലക്ട് ചെയ്ത് അതിനുശേഷം എത്രയുള്ള കോംബോ 7 മുതൽ 8 അല്ല 4 മുതൽ 8 വരെയുള്ള കോംബോ ബോക്സിൽ സ്റ്റാഫ് നമ്പർ 6 ഉണ്ടാവില്ല. 6 ഇല്ല. ഇനി കോംബോ ബോക്സ് 5ാമത്തെ കോംബോ ബോക്സിൽ സ്റ്റാഫ് നമ്പർ 8 സെലക്ട് ചെയ്യുക. 8 ഇല്ല. 8 ഇല്ല. ഓക്കെ, ഇനി ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡെവലപ്പർ ടേബിൾ പോകാം. ഡെവലപ്പർ ടാബ്, വിഷ്വൽ ബേസിക്. ഇവിടെ യൂസർ ഫോം ഓൾറെഡി ഞാൻ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂസർ ഫോറം 2, 3, 4, 5, 6, 7, 8 കോംബോ ബോക്സ്. ഓക്കെ, ഇപ്പോൾ കോംബോ ബോക്സ് ബ്ലാങ്കാ, ഒന്നിലും ഡാറ്റ ഇല്ല. ലിസ്റ്റ് എല്ലാം ക്ലിയറാണ്. ഇനി ഷീറ്റ് 2ൽ 2ാം നമ്പർ ഷീറ്റിൽ ഒരു സ്റ്റാഫ് നെയിം ഉണ്ട്. 1 to 14 സ്റ്റാഫ് നെയിം. അത് ഈ കോംബോ ബോക്സിൽ നമുക്ക് ഫില്ല് ചെയ്യണം. യൂസർ ഫോറം ഡബിൾ ക്ലിക്ക്. പ്രൊസീഡർ ഏതാ? ഇനീഷ്യലൈസ്. ഇനി ആദ്യമായി നമുക്കൊരു ലൂപ്പ് എടുക്കാം. ഫോർ i equal 1 to 12. 1 to 12 അല്ലാതെ 2 to 14. ഇനി ഡോട്ട് കോംബോ ബോക്സ് 1 ഡോട്ട് ആഡ് ഐറ്റം ഷീറ്റ് 2 ഡോട്ട് സെൽസ് i, a. ഇനി നെക്സ്റ്റ് i. ഓക്കെ, 1 to 14, 13. ഓക്കെ, 13 സ്റ്റാഫുള്ള. ഇതിപ്പോൾ 1ാമത്തെ കോംബോ ബോക്സിന് വേണ്ടി ഉള്ള കോഡിങ് ആയി. ഇനി 2 to 8 വരെ ബാക്കിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 8 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ അതിനുവേണ്ടി നമ്മളെന്ത് ചെയ്യുക? ഇവിടെ ലൂപ്പ് എടുക്കുക. ഫോർ c equal 1 to 8. ഓക്കെ, ഇനി മീ ഡോട്ട് കോംബോ ബോക്സ് എന്നുള്ള എന്ത് ചെയ്യണം? നമ്മൾ മീ ബ്രാക്കറ്റ് ഓപ്പൺ COMBO കോംബോ ബോക്സ് ആൻഡ് ഏതാ C ഡോട്ട് ആഡ് ഐറ്റം ഷീറ്റ് 2 ഡോട്ട് സെൽസ് i, a. ഇനി നെക്സ്റ്റ് C. അതിൻ്റെ അകത്താ C ഉള്ളത്. അപ്പം ഐക്ക് മുമ്പായിട്ട് നെക്സ്റ്റ് C കൊടുക്കണം. ഇനി നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. 1ാമത്തത് ഓക്കെ, 2 ഓക്കെ, 3 ഓക്കെ, 4 ഓക്കെ, 5 ഓക്കെ, 6 ഓക്കെ, 7 ഓക്കെ, 8 ഓക്കെ. ഓക്കെ, 13 സ്റ്റാഫ്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യേണ്ടത്? 5ാമത്തെ സ്റ്റാഫ്, ഉദാഹരണത്തിന് കോംബോ ബോക്സ് വേണമെന്ന് 5ാമത്തെ സ്റ്റാഫിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2ാമത്തെ കോംബോ ബോക്സ് മുതൽ 8ാമത്തെ കോംബോ ബോക്സ് വരെ ഈ സ്റ്റാഫ് 5 ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അതിനു വേണ്ടി എന്ത് ചെയ്യും?
ഇനി കോംബോ ബോക്സ് 2 ഡബിൾ ക്ലിക്ക്. ആദ്യമായി നമുക്ക് വേരിയബിൾ എടുക്കുക. dim tab1, tab2 as string. ഇനി എന്താ, dim I, c as ഇൻറ്റീജർ കൊടുക്കുക, ഇൻറ്റീജർ. ഇനി ഇവിടെ tabക്ക് tab 1 ഒരു വാല്യൂ കൊടുക്കണം. ഇങ്ങനെ tab1 equal Userform 1 dot active control dot tab index. ഓക്കെ, ഇനി tab 1 ഒന്ന് ചെക്ക് ചെയ്യുക, ഇതിലെന്താ സ്റ്റോർ ചെയ്യുന്നതെന്നറിയാൻ വേണ്ടിയിട്ട്. msg box tab1. ഓക്കെ, റണ്ണടിക്കാം. കോംബോ ബോക്സ് 1 0 0 0. അപ്പോൾ കോംബോ ബോക്സിൻ്റെ 1ൻ്റെ ടാബ് ഇൻഡെക്സ് എത്ര? 0. ഇനി ഇതേ കോഡിങ് നമുക്ക് കോംബോ ബോക്സ് 2ലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി കോംബോ ബോക്സ് 2 കൺട്രോൾ-V, റണ്ണടിക്കാം. ഇനി കോംബോ ബോക്സ് 2 1. അപ്പോൾ കോംബോ ബോക്സ് 2ൻ്റെ ടാബ് ഇൻഡെക്സ് എന്താ? 1. അപ്പോൾ കോംബോ ബോക്സ് 2ൻ്റെ ടാബ് ഇൻഡെക്സ് 1, 1 × 0. ഇനി 2ൻ്റെ ക്ലിയർ ചെയ്യുക. ഇവിടെ നിന്ന് ഇൻഡെക്സ് +1, കോംബോ ബോക്സ് 1 സെലക്ട് ചെയ്യുക. 1. ഓക്കെ, ഇനി കോംബോ ബോക്സ് 1 നമ്മൾ ഏത് സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത്, ആ സ്റ്റാഫ് 2 മുതൽ 8 വരെയുള്ള കോംബോ ബോക്സിൽ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ 1 സെലക്ട് ചെയ്താലോ രണ്ടാമത്തെ കോംബോ ബോക്സിൻ്റെ ടാബ് ഇൻഡെക്സ് വരും. അതിനാ +1 കൊടുത്തിന്. ഓക്കെ, ഇനി msg box ഡിലീറ്റ് ചെയ്യുക. ഇനി ഇവിടെ എന്നാ വേണ്ടത്? ഇനി for i equal tab1 to 8 കോംബോ ബോക്സ് ഇവിടെ ഉള്ളത്. അപ്പോൾ ടാബ് 1 മുതൽ 8 വരെ. ടാബ് 1 ഏതാ സെലക്ട് ചെയ്യുന്നത്? കോംബോ ബോക്സ് 2 സെലക്ട് ചെയ്താൽ 2 മുതൽ 8 വരെ, 3 മുതൽ 8 വരെ. ഇനി 4 സെലക്ട് ചെയ്താലോ 5 മുതൽ 8 വരെ. ഇനി ഇവിടെയുള്ള ടാബ് 2 ടാബ് 2 ഈക്വൽ മീ. കോംബോ ബോക്സ് ഇവിടെ ലൂപ്പാണ്. 8 കോംബോ ബോക്സ് ഒരേ സമയം സെലക്ട് ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ഡബിൾ കോഡ് combo box double code and I dot tab index +1. ഓക്കെ, കോംബോ ബോക്സ്. ഇനിയുള്ള ഇവിടെ എന്താ C ഉള്ളത്? for C equal 0 to me dot combo box 1 dot least count -1. അപ്പോൾ CU ആയി ഇവിടെ. ഇനി ഈഫാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഈഫ് മീ ബ്രാക്കറ്റ് ഓപ്പൺ ഡബിൾ കോഡ് കോംബോ ബോക്സ് ഡബിൾ കോഡ് ആൻഡ് ടാബ് 1 ഈക്വൽ ശേഷം പിന്നെ മീ combo box and tab 2 dot list C. then ഇത് മാച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലീസ്റ്റ് ടി. ഓക്കെ, ഇത് മാച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ട്രൂ ആയിട്ട് വന്നാൽ എന്ത് ചെയ്യണം? മീ ഡോട്ട് കോംബോ ബോക്സ് me double bracket open double quote combo box and tab 2 dot remove item ഏതാ? C. ഓക്കെ, ഇനി എന്താ? end if. അതിനുശേഷം നെക്സ്റ്റ് C, ലാസ്റ്റ് നെക്സ്റ്റ് I.
ഒന്ന് ചെക്ക് ചെയ്യുക. ടാബ് 1 +1 +1 ഓക്കെ -1 കോംബോ ബോക്സ് ഇവിടെ ഓൺ ഇറേസ്യം നെക്സ്റ്റ് ലൂപ്പിൽ ചിലപ്പോൾ ഡിബഗ് കാണിക്കും. ഓക്കെ ടാബ് 2 ഓക്കെ ഒന്ന് റണ്ണടിക്കാൻ നമുക്ക് ആദ്യമായി കോംബോ ബോക്സ് 1 നമുക്ക് സെലക്ട് ചെയ്യാം. 3 സ്റ്റാഫ് 3 ഇല്ല, 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 സ്റ്റാഫ് 3 ഇല്ല. ഓക്കെ ഇനി സ്റ്റാഫ് 8 നോക്കാം. ഇല്ല, 8 എട്ടാമത്തെ ഇല്ല, 8 ഇനി കോഡിങ് കോംബോ ബോക്സ് 2 മുതൽ 8 വരെ നമുക്ക് കോപ്പി ചെയ്യാനുണ്ട്. അപ്പോൾ കോഡിങ് ചേഞ്ചിങ് വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കോംബോ ബോക്സ് 1 ചേഞ്ച് കോപ്പി ചെയ്യുക. അതിന് ശേഷം കോംബോ ബോക്സ് 2ലേക്ക് ഇത് വിളിക്കുക. എങ്ങനെ വിളിക്കേണ്ടത്? Ctrl+V ഓക്കെ ഇനി കോപ്പി ചെയ്യുക. കോംബോ ബോക്സ് 2 Ctrl+V ചേഞ്ച് തന്നെ ആയിരിക്കണം പ്രൊസീഡർ. കോംബോ ബോക്സ് 4 Ctrl+V, കോംബോ ബോക്സ് 5 Ctrl+V, കോംബോ ബോക്സ് 6 Ctrl+V, കോംബോ ബോക്സ് 7 Ctrl+V, കോംബോ ബോക്സ് 8 Ctrl+V. ഞാനൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ബോക്സ് 1 സ്റ്റാഫ് 2 ഓക്കെ സ്റ്റാഫ് 2 ഇല്ല, സ്റ്റാഫ് 2 ഇല്ല, സ്റ്റാഫ് 2 ഇല്ല, സ്റ്റാഫ് 2 ഇല്ല. ഓക്കെ ഇനി കോംബോ ബോക്സ് 2ൽ സ്റ്റാഫ് നമ്പർ 5 ഇല്ല. ഓക്കെ 5 ഇല്ല, 5 ഇല്ല, 5 ഇല്ല. ഓക്കെ 5 ഇല്ല. ഇനി കോംബോ ബോക്സ് 4 നോക്കാം. സ്റ്റാഫ് നമ്പർ 8 ഇല്ല, 8 ഇല്ല. ഇനി 7 നമ്പർ കോംബോ ബോക്സിൽ സ്റ്റാഫ് നമ്പർ 1 നോക്കാം. സെലക്ട് ചെയ്യുക. ഇല്ല, 1 ഇല്ല. 2 ഓൾറെഡി ആദ്യം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.